ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് നല്ലൊരു പ്രോട്ടീൻ ബോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഇതുപോലെ 250 ml കപ്പിൽ ഒരു കപ്പ് ബദാം എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബദാം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്ത ബദാം നമ്മളൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. വലിയ പൈസ കൊടുത്തൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലയാണ് കേട്ടോ. നമ്മൾ കടല പറയും, കപ്പലണ്ടിയെ. അത് ഓൾറെഡി വറുത്തതാണ്, ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടി മാത്രം ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ച് ചൂടാക്കി എടുത്തതാണ്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇനി പംകിൻ സീഡാണ് എടുക്കുന്നത്, അതൊന്ന് വറുത്തെടുക്കാം. ഒന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോകാതെ വേണം നമ്മളിത് വറുത്തെടുക്കാൻ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മൊത്തത്തിലെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കോരിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെക്സ് സീഡാണ്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് 1/4 കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മറ്റേതെല്ലാം 1 കപ്പും അരക്കപ്പും എടുത്തിട്ടുണ്ട്. പംകിൻ സീഡ് 1/2 കപ്പാണ്. ഇത് 1/4 കപ്പ് മാത്രം എടുത്താൽ മതി. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതൊന്നിങ്ങനെ ചൂടായി വരുമ്പോൾ തന്നെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇങ്ങനെ പൊട്ടി വരും കേട്ടോ. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കോരി എടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഇരുമ്പിൻ്റെ ചട്ടിയിലല്ലേ വറുക്കുന്നത്, അതുകൊണ്ട് ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും. ഇത് ഒക്കെ വറുക്കുന്ന സമയത്ത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി, പെട്ടെന്ന് ആയിക്കോളും. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് കറുത്ത എള്ളും വെളുത്തുള്ള എള്ളും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വറുത്തെടുക്കേണ്ടത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ. ഞാൻ 1/4 കപ്പ് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് വെളുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ്, ഇതിലേക്ക് ഒരു ജാതിക്കയുടെ ചെറിയൊരു പീസ്, കണ്ടില്ലേ, എത്രയും കുഞ്ഞൊരു പീസ് മാത്രമേ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും, അത് വരാതിരിക്കാൻ കേട്ടോ. പിന്നെ ഒരു 7 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 8-10 കാഷ്നട്ടും കൂടി ചേർത്തിട്ടുണ്ട്. കാഷ്നട്ട് കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് തന്നെ കോരിയെടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് കറുത്ത എള്ള് കുറച്ചുകൂടെ കൂടുതൽ ചേർക്കണമെങ്കിൽ ഒരു 1/2 കപ്പൊക്കെ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതും ഞാൻ മുഴുവനായിട്ടും കോരി എടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുക്കാം. ഞാൻ മട്ടവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. 250 ml കപ്പിൽ തന്നെ 1 കപ്പ് മട്ടവല് എടുത്തിട്ടുണ്ട്. അവല് കൂടി ഒന്ന് വറുത്തെടുക്കാം. അത് അത്യാവശ്യം നല്ല ഒരു മൊരിഞ്ഞ പോലത്തെ അവലാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ വരുന്ന ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതെല്ലാം കൂടി പൊടിച്ച് വന്നാൽ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും. അവലൊന്നും കൂടുതൽ ചേർക്കണ്ട. ഈ ഒരു അളവിലെടുക്കുന്ന സമയത്ത് 250 ml കപ്പിൽ 1 കപ്പ് അവലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കപ്പിന് വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഗ്ലാസ് അളവായിട്ട് എടുത്താൽ ആ അളവ് ഗ്ലാസ്സിൽ എല്ലാതും കറക്റ്റാക്കി അളന്നെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചുക്കിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചുക്കിൻ്റെ പൊടി. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് പൊടി. അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിലിങ്ങനെ ഒരു ഇതുണ്ടാവും, പൊടിഞ്ഞ് വരുമ്പോൾ ഒരു ചപ്പ് പോലെ ഇതുണ്ടാവില്ലേ, അത് നമുക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാനുള്ളത്. അപ്പം നമ്മൾ ഇതിലേക്ക് ആദ്യം ബദാം ഒന്ന് പൊടിച്ചു. ബദാം കുറച്ചുകൂടി ഹാർഡല്ലേ, അപ്പം നമുക്ക് അത് ആദ്യം ഒന്ന് പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ബാക്കി എല്ലാതും പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ നല്ല മാവ് പോലെ ഫൈനാക്കി പൊടിക്കരുത്, കുറച്ച് തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ മിക്സിയിൽ ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് കൊള്ളുമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതിൽ കൊള്ളാത്തതുകൊണ്ടാണ് ഞാൻ 3-4 പ്രാവശ്യമായിട്ടൊക്കെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ മുഴുവനും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക, ഇത് നമുക്ക് ഈ ഒരു പൊടി ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം, ഒന്നില്ലെങ്കിൽ ഈത്തപ്പഴം ഒന്ന് മെൽറ്റാക്കിയിട്ട് അതിൽ ഒന്ന് നെയ്യിലൊക്കെ ഒന്ന് വാട്ടിയിട്ട് അതിൽ കുറച്ച് പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് മിക്സാക്കി അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ ബോളായിട്ട് ഉരുട്ടി വെച്ചിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. ഇങ്ങനെ പൊടിയായിട്ട് സൂക്ഷിക്കണമെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ട് നമുക്ക് കുറേ കാലം സൂക്ഷിക്കാൻ പറ്റും കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പം ഞാൻ ഇതിലേക്ക് മധുരത്തിനായിട്ട് 2 ഉണ്ട ശർക്കരയാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട്
ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം 1/4 കപ്പ് വെള്ളമാക്കി മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ശർക്കര പാനിയുടെ. നിങ്ങൾക്ക് ശർക്കര പാനി വേണ്ടാന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് പനങ്കൽക്കണ്ട് യൂസ് ചെയ്യാം കേട്ടോ. പനങ്കൽക്കണ്ട് പൊടിച്ചിട്ട് ഇതിലൂടെ ഇട്ടിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഈത്തപ്പഴം വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. പൊടിയായിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ പനങ്കൽക്കണ്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു സ്പൂണൊക്കെ ആയിട്ട് ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും പനങ്കൽക്കണ്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ശർക്കര യൂസ് ചെയ്യാം. ശർക്കര വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുഞ്ഞ് ചെറിയൊരു മധുരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു 1/4 കപ്പ് ശർക്കര പാനി ഉണ്ടെങ്കിലും അത് മുഴുവനായിട്ടും ചേർക്കുന്നില്ല. എനിക്ക് ഒരു 1/2 കപ്പ് ചേർത്തപ്പോൾ തന്നെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര 2 ശർക്കര നമ്മൾ മെൽറ്റായിട്ട് ഒന്ന് വെറ്റിച്ചെടുത്തപ്പോൾ ഒരു 1/4 കപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. കുറച്ച് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് പിടിച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ നട്ട്സിൻ്റെ ലഡു അഥവാ പ്രോട്ടീൻ ലഡു, ഹെൽത്തി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കി ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ബാക്കി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഉരുട്ടിയെടുക്കാം. ആണെങ്കിൽ അടച്ചു വെക്കാം കേട്ടോ. ഉരുട്ടി ഇങ്ങനെ എടുക്കണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. എളുപ്പം പെട്ടെന്ന് കഴിക്കാനൊക്കെ ഇങ്ങനെ എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ആക്കി നോക്കുക. അഭിപ്രായം അറിയിക്കുക. ലൈക്കും ചെയ്യാം കേട്ടോ. വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും